ഉത്തരകടലാസിൽ അയോധ്യ എന്നെഴുതിയ കുട്ടിക്ക് മാർക്ക് കൊടുത്ത് പാസാക്കിയ വിവരം നമ്മൾ കണ്ടതാണ്. നീറ്റിൽ വന്നവർക്കും പോയവർക്കും ഫുൾ മാർക്കും ഗ്രേസ് മാർക്കും കിട്ടി. എന്നാ പിന്നെ കേന്ദ്രം നടത്തുന്ന അടുത്ത പരീക്ഷകളിലും കാവി മുദ്ര പതിപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ? നീറ്റിന് പിന്നാലെ കേന്ദ്രം നടത്തുന്ന നെറ്റിലും അട്ടിമറി നടന്നിരിക്കുകയാണ്. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് ഇക്കാരണം കൊണ്ട് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ജൂൺ 18-ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ UGC നെറ്റ് പരീക്ഷയാണ് റദ്ദാക്കിയിട്ടുള്ളത്. രാജ്യത്ത് വിവിധ കേന്ദ്രങ്ങളിൽ 2 ഷിഫ്റ്റുകളിലായി നടന്ന പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന വിവരം നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റ് UGCക്ക് നൽകിയതിന് പിന്നാലെയായിരുന്നു തീരുമാനം. വിഷയത്തിൽ CBI അന്വേഷണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 11,21,225 പേരായിരുന്നു ഇത്തവണ നെറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 9,08,580 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. രാജ്യത്തെ 317 നഗരങ്ങളിലെ 1,205 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു പരീക്ഷ. PhD പ്രവേശനത്തിനും നെറ്റ് ഫലം പരിഗണിക്കുമെന്നത് കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രാധാന്യം അർഹിച്ചിരുന്നു. 2018-ന് ശേഷം ആദ്യമായി ഓഫ്ലൈനിൽ നടത്തിയ പരീക്ഷ കൂടിയായിരുന്നു ഇത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റ് ആയിരുന്നു പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന സൂചന കേന്ദ്രത്തിന് ആദ്യം നൽകിയത്. ഇവ വിലയിരുത്തിയ ശേഷമാണ് പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിച്ചതും. പരീക്ഷ വീണ്ടും നടത്തുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കും. ഇതോടെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ അഴിമതിയുടെ പേരിൽ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തേക്ക് വന്നു. നെറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുമോ എന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. കൂടാതെ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിജയമാണ്, യുവാക്കളുടെ ഭാവി ചവിട്ടിമെതിക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമമാണ് തോറ്റുപോയതെന്നും BJP സർക്കാരിന്റെ അഴിമതിയും അലംഭാവവും യുവാക്കളെ ദോഷകരമായി ബാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തേക്ക് വന്നു. അങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും മോദി കളിച്ചിപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വരെ കയറി കളിച്ചു. ഇനി കുറച്ചുകാലം കൂടി കഴിഞ്ഞാൽ ഇവർ ഒരു ഉത്തരവിറക്കും. ബീഫ് കഴിക്കുന്നവർക്കും ശാഖയിൽ അംഗത്വമില്ലാത്തവർക്കും വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്ന്. അത്രത്തോളം സംഘപരിവാർ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മോദിയും കൂട്ടരും.